ചേട്ടനുണ്ടോ മോളെ? ഇല്ല, ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. സ്ഥലത്തുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ട്, ഇപ്പൊ വിളിക്കാം. സാർ അകത്തേക്കിരിക്കെ. ആ രാജു സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാഞ്ഞിട്ടാ. മിസ്റ്റർ മാത്യുവിനോട് ഞാൻ പറയാനുള്ളതെല്ലാം ഓഫീസിൽ വെച്ച് പറഞ്ഞതല്ലേ. എന്നെ ഇവിടെ ഒന്ന് കണ്ടാൽ എന്റെ സമയം മെനക്കെടുത്താവുന്നതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. മറ്റാരും ചെയ്യാത്തതൊന്നും ഞാനും ചെയ്തിട്ടില്ല. തടിലാറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് നിസാര കുറ്റമല്ല, അതും കള്ളത്തടി. സാർ ഒന്നുകൂടി ആലോചിക്കണം. ഇക്കാര്യത്തിൽ സാറിനെ സഹായിച്ചാൽ സാറിന്റെ ജീവിതകാലം കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഞാൻ തരാം. ഇതുമൂലം മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അറിയാതെ പോലും ആരെയും ഉപദ്രവിക്കരുതെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. സാർ എന്നെ സഹായിക്കില്ലെന്ന് തീർച്ചയാണോ? മിസ്റ്റർ മാത്യുവിന് ഇനിയും സംശയമുണ്ടോ? ഉണ്ട്. സാർ എഴുതിയ മാസ്റ്റർ സ്വയം തിരുത്തിയില്ലെങ്കിൽ അത് തിരുത്തിക്കാൻ എനിക്കറിയാം. പിടിച്ചിട്ട വണ്ടികൾ കൊണ്ടുപോകാനും എന്റെ മാന്യതയ്ക്കാണ് വന്നത്. അത് നഷ്ടപ്പെട്ടാൽ ഈ മാത്യുവിന് പുല്ല. നിങ്ങൾ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനിയും ചെയ്യും. നിങ്ങളാലാവുന്ന നിങ്ങൾക്കും ചെയ്യാം. എന്റെ വഴി നോക്കാൻ എനിക്കറിയാം. അയാൾ ആരാ ചേട്ടാ? അയാള് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 തടിലോറികൾ ഞാൻ പിടിച്ചു. അത് വിട്ടുകൊടുക്കാൻ പറയാൻ വന്നതാ. ചേട്ടനെ ഒന്ന് വിരട്ടിയിട്ടാണല്ലോ പോയത്. ആ, ഇതൊക്കെ പതിവല്ലേ. ഈ ഉദ്യോഗം വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ല. വല്ലവന്റെയും ചീത്തയും ഭീഷണിയും കേട്ട് കഴിയണ്ട ഗതിയോടൊന്നും ഇവിടെ ഇപ്പോഴില്ലല്ലോ. ജോലി രാജിവെച്ച് നാട്ടിലെങ്ങാനും പോകാമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഒന്നുമില്ലേലും മനസമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. എന്റെ ചേട്ടത്തി ഒരു പേടിത്തുണ്ടി ആയി പോയല്ലോ. ഇത്രയും ത്രില്ലുള്ള ജോലി വേറെ ഏതുണ്ട്? കാട്ടുകള്ളന്മാരെ ചേസ് ചെയ്ത് പിടിക്കുക, ഇടിക്കുക, ഭീഷണിയെ നേരിടുക. ആഹാ, ബ്യൂട്ടിഫുൾ ജോബ്. ചേട്ടന് പറ്റിയ അനിയത്തി തന്നെ. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരാണായിരുന്നെങ്കിൽ എന്റെ ചേട്ടനെ തന്നെ ഞാൻ ഫോളോ ചെയ്തേന്. മോളെ, അധികം പൊക്കല്ലേ, എന്റെ തലേന്ന് മേലെ ഇടിക്കും. ആ, താനോട് ഇറങ്ങിക്കോ. സാധനങ്ങൾ വാങ്ങി വേഗം എത്തിക്കണം. ശരി സാർ. ആ, അപ്പൂട്ടന്നില്ലേ, തേമാങ്ങാൻ പോവല്ലേ? ഞാനും വരുന്നു. ആദിവാസി കുടിലുകൾ എനിക്കൊന്ന് കാണണം. ഞാനും പോട്ടെ ഏട്ടാ. കാടാണ്, സൂക്ഷിച്ചു പോണം. അവിടെ കറങ്ങാതെ വേഗം ഇങ്ങ് എത്തിയേക്കണം. ശരി. കാർകോടകൻ മാധവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. ഇനിയും ചിലതുകൂടി നിനക്ക് മനസ്സിലാക്കി തരാം.
ശപഥം ചെയ്ത കാര്യം പൂർത്തിയാക്കാതെ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയും? അതിനുവേണ്ടി മാത്രം ഞാൻ സ്പെഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് വിനുവിന്റെ അച്ഛനോട് നിർബന്ധിച്ച് അനുവാദം വാങ്ങിയത്. നമ്മുടെ രണ്ടുപേരെയും ലക്ഷ്യം ഒന്ന് തന്നെ. ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ചാക്കിയാലോ?